മൈൻഡ് എപ്പോഴും നമുക്ക് വേണം ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ. കാരണം ആ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. Unanswered and unattempted responses will be given no marks. And to answer a question, the candidate needs to choose one option, most appropriate one. Okay. അപ്പം 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. MCQ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ശരിയാക്കി കഴിഞ്ഞാൽ 4 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്കും ഉണ്ട് CUT എക്സാമിന് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, നമ്മുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞാൽ HUQ20 എന്നുള്ളതാണ് നമ്മുടെ സൈക്കോളജി ഓർ അപ്ലൈഡ് സൈക്കോളജിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് പേപ്പറാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു കോഡ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഫൈൻ. പിന്നെ പലപ്പോഴും പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഏജ് ലിമിറ്റ് ഉണ്ടോ, എത്ര വയസ്സുള്ള ആളുകൾക്ക് വരെ എക്സാം എഴുതാൻ പറ്റും, എന്തെങ്കിലും ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ? CUT എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നോ ഏജ് ലിമിറ്റ് കാൻഡിഡേറ്റ് അപ്പിയറിംഗ് CUT എക്സാം. അപ്പം ഒരു ഏജ് ലിമിറ്റും ഇല്ല. CUT എക്സാം അപ്പിയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ഏജ് ലിമിറ്റും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ റിസർവേഷൻസ് ഉണ്ട്. OBC, ജനറൽ കാറ്റഗറി, EWS, SC/ST പോലുള്ള റിസർവേഷൻസ് അതിൽ അവൈലബിൾ ആണ്. അതിന്റെ സീറ്റിലും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മാർക്കിലും നമുക്ക് അവസാനം നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഓരോ കോളേജിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് വെച്ചിട്ടും ഇതിലൊക്കെ എന്തുണ്ട്, റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഈ എക്സാമിനും അവൈലബിൾ ആണ് എന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്ന അതിന്റെ ഡേറ്റുകളാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അതിലൂടെ നമ്മളൊന്ന് ഗോത്രൂ ചെയ്യാം. ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ട് സബ്മിഷൻ ഡേറ്റ് ജനുവരി 2 മുതൽ ഫെബ്രുവരി 1 വരെ ഏകദേശം 1 മാസക്കാലമായിരുന്നു അതിന്റെ ടൈം ഉള്ളത്. അപ്പം ആ ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ആയി, ജനുവരി ആയി കഴിഞ്ഞാൽ അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഫെബ്രുവരി 2 ശേഷം അതിന്റെ എക്സാമിൻ്റെത്, അതുപോലെ തന്നെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ്, നമ്മുടെ ഹാൾ ടിക്കറ്റ്, ഡ്യൂറേഷൻ ഓഫ് എക്സാം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എക്സാം നടന്നിട്ടുള്ളത് 3-ാം മാസം 13-ാം തീയതി മുതൽ നെക്സ്റ്റ് ആ ഒരു മന്ത് 31 വരെ ഇടയിലായിരുന്നു എക്സാം നടന്നിട്ടുള്ളത്. 3 ഷിഫ്റ്റ് ആയിട്ട് എക്സാമുകൾ നടക്കാറുണ്ട്. ആ ഷിഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് 2025 നടന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും 2026 മേ ബി നമ്മുടെ എക്സാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. ഇനി ജസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഇന്റർവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. We perceive a person's face as a whole and not as collection of eyes, nose, mouth, etc. Therefore, is an example of. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിഗ്രികളിലൊക്കെ പഠിച്ച നമ്മുടെ തിയറി, അതുപോലെ തന്നെ നമ്മുടെ പഠിച്ച സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. നമ്മൾ ആൻസറിലേക്ക് പോകാൻ ഞാൻ അതിനു വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അത് ആൻസർ ഓപ്ഷൻ 4 ആയിട്ടുള്ള ഗസ്റ്റാൾട്ട് തന്നെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള 2024 CUT PGക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് CUT PGക്ക് ചോദിക്കുക. നിങ്ങൾ വിചാരിച്ച പോലെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഒരു ബേസിക് ലെവൽ ആയിട്ടുള്ള, നമ്മൾ ഡിഗ്രിയിൽ എന്ത് പഠിച്ചു ബേസിക് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യഥാർത്ഥത്തിൽ PGയിൽ ചോദിക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തുടർന്ന് ഓരോ ഭാഗങ്ങൾ എടുക്കുന്നതിന്റെ ഇടയിൽ ഓരോ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്യും, പരിചയപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ CUT PG. CUT PGയുടെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ, നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിട്ട് ഒന്ന് പുറത്തു പോയി പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചില്ല് ചെയ്ത് പഠിക്കുക, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരിക്കും. കാരണം ഈ CUT PGയുടെ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണം എന്ന് മാത്രം ആഗ്രഹമുള്ളൂ. അതായിരുന്നു അവന്റെ മോട്ടീവ്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെ PG പുറത്ത്, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പഠിക്കുന്നതും എന്നുള്ളത്. ബിക്കോസ് ഈ CUT PG നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തു പോയി പഠിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വലിയൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ്
ഡെവലപ്പ് ആവും. നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുറത്തു പോയി പഠിക്കുമ്പോൾ, മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് സംവദിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ മുന്നിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആവുക എന്നുള്ളതും ഇതിലൂടെയുള്ള ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സോ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഇന്ത്യയിൽ ഒരുപാട്, അങ്ങ് ജമ്മു കാശ്മീർ മുതൽ തന്നെ ഇന്ന് ഗുജറാത്ത്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളായി കഴിഞ്ഞാലും നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഭാഗത്തായിരുന്നാലും ഒക്കെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ് അതിൽ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ CUET PGയുടെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അതിന് മുന്നേ ഞാൻ പറയാണ്, നമ്മൾ NIRF റാങ്കിങ് നോക്കുമ്പോൾ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി അത് നമ്മുടെ NIRF റാങ്കിങ്ങിൽ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികളൊക്കെ മുന്നിലായിരിക്കും ഉണ്ടാകാം. ബട്ട് അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിനേക്കാൾ മുന്നിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, റാങ്കിങ്ങിൽ മുന്നിലുണ്ടാകുക. മേ ബി അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ ചെന്നെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക. വ്യത്യസ്ത ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ അടുത്തുണ്ട്. ഒന്ന് പുറത്തു പോയിട്ട് പഠിച്ചിട്ട് അതുപോലെ തന്നെ ഇന്ത്യ ഒന്ന് കറങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഒന്ന് ട്രിപ്പ് അടിക്കണം ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അക്കാദമിക്സ് ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് വ്യത്യസ്ത മോട്ടീവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിവേ ആരായിരുന്നാലും ശരി, അവരുടെ കൃത്യമായ ഒരു മോട്ടീവ് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടാം. നമ്മൾ ആദ്യമായിക്കൊണ്ട് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ നോക്കുമ്പോൾ 4 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികളാണ് CUET PGയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിലൊന്നാമത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, രണ്ടാമത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, മൂന്നാമത് ഡീംഡ് യൂണിവേഴ്സിറ്റി, നാലാമത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ 4 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് എന്ത് എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കോർ വന്നതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. CUET PGയുടെ അണ്ടറിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഈ 4 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതിൽ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ബാക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കുറച്ച് സജഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ബിക്കോസ് അവിടെയൊക്കെ ഫിനാൻഷ്യൽ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവിടെയൊക്കെ പണം കൊടുത്ത് ട്യൂഷൻ ഫീ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഇതുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഡിപ്പാർട്ട്മെന്റും നല്ല ഫാക്കൽറ്റീസും ഉള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റിന്റെ CUET PGക്ക് ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം ആദ്യമായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ 20ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. നമ്മളെ CUET PG എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതി നിങ്ങളുടെ സ്കോർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയണം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ സൈക്കോളജി ഉണ്ട്, അതല്ലെങ്കിൽ സൈക്കോളജി ഉള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചെറിയൊരു ഐഡിയ നമുക്ക് കാണാം. ഓക്കെ, ഫൈൻ. അല്ല, ആദ്യമായിക്കൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 1ാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അഥവാ BHU. BHU നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് സ്പോട്ട് ആയിട്ടുള്ള ഉത്തർപ്രദേശിലെ വാരണസിയിലാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് MA or MSc സൈക്കോളജി കോഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി മുൻകൂട്ടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സിലബസ് കൃത്യമായിട്ട് നോക്കണം. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലുള്ള സിലബസ് എങ്ങനെയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത് MSc ആണ്, MA ആണ്, അതുപോലെ തന്നെ വ്യത്യസ്ത ഹെൽത്ത് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി പോലുള്ള കോഴ്സുകളായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാം. സോ അതിൽ ഞാൻ ആപ്റ്റ് ആണോ, അതെനിക്ക് എടുക്കാൻ അല്ലെങ്കിൽ എനിക്കത് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെക്ക്
ചെയ്യണം. അവരുടെ സിലബസ് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ വെബ്സൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ സിലബസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് BSc അല്ലെങ്കിൽ BA സൈക്കോളജി എന്നുള്ള MSc-യിലേക്കോ MS സൈക്കോളജിയിലേക്കോ മാറുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക ഏതാണ് എനിക്ക് വേണ്ടത്. MSc അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, MSc സൈക്കോളജി ഉണ്ട്, MSc സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, MA സൈക്കോളജി ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട്. ഏതാണ് എനിക്ക് ആപ്റ്റ് ആയത് എന്നുള്ളത് അതിന് സിലബസിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യമായിക്കൊണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതിൽ സൈക്കോളജി ആസ് എ സബ്ജക്ട് ഇൻ ആൾ 3 ഇയർ BA BSc എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ UG-യിൽ ഏതെങ്കിലും ഒരു പേപ്പർ സൈക്കോളജി 3 വർഷത്തിൽ സൈക്കോളജി ഒരു പേപ്പർ എടുത്ത ആളുകൾക്ക് മാത്രമേ BHU-ൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം നമ്പർ 1 ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതിനണ്ടറിൽ കോളേജസിൽ അതിന്റെ മെയിൻ ക്യാമ്പസിലുള്ള പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് സീറ്റുകളുണ്ട്. BHU-ലൊക്കെ ഒരുപാട് സീറ്റുകളുണ്ട്. ഫസ്റ്റ് തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ അവസാനത്തേക്ക് ഏകദേശം 50+ സീറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ BHU-യെ ഉൾപ്പെടുത്താം. BHU-ൽ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് മാത്രമേ അവിടെ PG ചെയ്യാൻ സാധിക്കുകയുള്ളൂ. UG സൈക്കോളജി പഠിച്ച ആളുകൾക്ക് മാത്രമേ PG ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 50%. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. UG-ൽ നമ്മൾ ഡിഗ്രിയിൽ ഇത്ര കഷ്ടപ്പെട്ട് 70, 80 അതുപോലെ തന്നെ 80+% വാങ്ങിയ ആളുകൾ ഉണ്ടായിരിക്കും. ഒരിക്കലും നിരാശപ്പെടേണ്ട. 50% ആണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ CUT PG എഴുതാൻ വേണ്ടിയിട്ടുള്ള 55%, 50% എന്നൊക്കെ പറയാറുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഡിഫറെന്റ് ആണ്. സോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 50% മതി. പക്ഷെ ഇനി ഏതെങ്കിലും രൂപത്തിൽ ടൈ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ പിന്നെ നിങ്ങളുടെ പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും നോക്കുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ നിങ്ങളുടെ ഡിഗ്രി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ആ ഡിഗ്രി നിങ്ങൾ ചെയ്യുന്ന UG-ൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ CUT PG-ന്റെ ആദ്യ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് നമ്മൾ UG-ൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പെർസെന്റേജ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. സോ 50% ഉണ്ട്. ഇനി UG എക്സാമിന് അങ്ങനെ പഠിക്കാൻ പറ്റാതെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒരു 59% ഒക്കെ എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർ UG എക്സാമിന് 55 അതുപോലെ 56% വാങ്ങുകയും ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PG ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങൾക്കും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്ലി എക്സാമുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റുള്ള എക്സാമുകളോ ഒരിക്കലും CUT PG-യെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ നോക്കേണ്ട. സപ്ലി ഒക്കെ എഴുതിയെടുത്തിട്ട് PG-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ PG നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ രണ്ടാമത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, നമ്മുടെ സൗത്തിലൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നോർത്തിലേക്ക് യാത്ര ഒരുപാട് ദൂരാണ്. UP-ലൊക്കെ നമ്മൾ പോവാണ് 2 ദിവസത്തെ യാത്ര ഉണ്ട്, ജേണി ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ കർണാടകയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. MSc സൈക്കോളജിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക പ്രൊവൈഡ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി അണ്ടർ എനി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആവണമെന്നില്ല. സൈക്കോളജി അല്ലാത്ത ഏത് ഡിസിപ്ലിനിലും ഡിഗ്രി കഴിഞ്ഞ UG കഴിഞ്ഞ ആളുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം MSc സൈക്കോളജിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല എക്സ്പോഷർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഡിപ്പാർട്ട്മെന്റ് വൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എന്നുള്ളത് ഏകദേശം ഗുൽബർഗ് അല്ലെങ്കിൽ കൽബുർഗി എന്ന് പറഞ്ഞ കർണാടകയിലെ സ്ഥലത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക സ്ഥിതി ചെയ്യുന്നത്. സോ അത് എന്ത് ചെയ്യാം, നമ്മുടെ സൗത്ത് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. നമ്മുടെ സൗത്ത് ഭാഗത്ത് തന്നെ, നമ്മുടെ കേരളത്തിന് തൊട്ടടുത്താണ്. നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. MSc അപ്ലൈഡ് സൈക്കോളജിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനി UG ഡിഗ്രി, ഏത് ഡിഗ്രി കഴിഞ്ഞ സൈക്കോളജി ആവണമെന്നില്ല, ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ നീലക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഏകദേശം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് വരുന്നത്. സോ സൗത്ത് ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സൗത്ത് ഭാഗത്തുള്ള ഒരുപാട് ഏരിയകൾ എനിക്ക് കാണണം, സൗത്ത് ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൂടുതൽ ദീർഘത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ
ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റികളാണ് കർണാടകയും തമിഴ്നാടും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം ലോങ് ആണെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയതൊക്കെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി നാലാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ 50% സീറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ പഠിച്ച ആളുകൾക്ക് തന്നെയാണ്. UG യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിന്ന് DU UG ചെയ്ത ആളുകൾക്കാണ് അവരെന്ത് ചെയ്യുക 50% കൊടുക്കുക. ബാക്കി 50 എന്തുണ്ട് ബാക്കിയുള്ള എൻട്രൻസിലൂടെ ഉള്ള അഡ്മിഷൻ ആയിരിക്കും കൊടുക്കുക. സോ അവിടെ 50 ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സീറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി. അതിന് നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും ഉണ്ട്. MA സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുകയും MA അപ്ലൈഡ് സൈക്കോളജി സൗത്ത് ക്യാമ്പസിലും നോർത്ത് ക്യാമ്പസിലും ആയിട്ട് തന്നെ 50+ സീറ്റുകൾ എന്തുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ബട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റുകളും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷങ്ങളും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഡൽഹിയിൽ ഇപ്പം പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മേ ബി എന്താ ചെയ്യാം, അതൊക്കെ റെഡി ആവാം. വീട്ടിൽ നിന്നൊക്കെ ചില ആളുകളൊക്കെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. യൂണിവേഴ്സിറ്റി പുറത്തോട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ ശ്രദ്ധിക്കാറുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ അടുത്തേക്കൊക്കെ ഇപ്പോൾ കടന്നു വരുന്ന ഒരു ചിന്ത എന്നുള്ളത് അവിടുത്തെ പൊല്യൂട്ടഡ് എയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബട്ട് അവിടുത്തെ നോർത്ത് ക്യാമ്പസിലും സൗത്ത് ക്യാമ്പസിലും അതുപോലെ തന്നെ അതിനണ്ടറിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിന്റെ അണ്ടറിൽ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന നല്ല നല്ല ഒരുപാട് കോളേജസ് ഉണ്ട്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. MA സൈക്കോളജിയും അതുപോലെ തന്നെ MA അപ്ലൈഡ് സൈക്കോളജിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത്. അവിടെ NUG ഡിഗ്രി, ഏത് ഡിഗ്രി നിങ്ങൾ UGയിൽ ഏത് സബ്ജക്ട് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അവിടെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അഞ്ചാമതായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ ഒരുപാട് ആളുകൾ ഡ്രീം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. നമ്മുടെ സൗത്തിൽ തന്നെ അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ പലരും എന്ത് ചെയ്യാറുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ പറയാറുണ്ട്. അത് ഏകദേശം നമുക്കറിയാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ ഇമേജ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ബീച്ച് സൈഡിലാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. തലപ്പെട്ടായി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ നിയറസ്റ്റ് ഒരുപാട് ബീച്ചുകളുണ്ട്. സോ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റും, നല്ല അടിപൊളിയാണ് എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ആ ഒരു രൂപത്തിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്തിരുന്നാലും ശരി, നല്ല ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ ക്യാമ്പസിലുള്ളത്. അവിടെ അവർ PG അതുപോലെ തന്നെ PG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് PhD ഒരുപാട് കോഴ്സുകൾ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നല്ല നല്ല അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത് എന്നുള്ളതാണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് MSc അപ്ലൈഡ് സൈക്കോളജി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. BA or BSc സൈക്കോളജി ഓർ ജനറൽ അറ്റ്ലീസ്റ്റ് 1 സൈക്കോളജി പേപ്പർ. ഓക്കെ, അപ്പം അവിടെ 1 ജനറൽ സൈക്കോളജിയിലെ ഒരു പേപ്പർ എങ്കിലും 3 വർഷത്തിൽ പഠിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ പോണ്ടിച്ചേരിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. 1 പേപ്പറെങ്കിലും സൈക്കോളജി 3 വർഷത്തിൽ പഠിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മലയാളിസുകളുള്ള നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിരുന്നാലും കർണാടക തമിഴ്നാട് ആയിരുന്നാലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡൽഹിയൊക്കെ നമുക്ക് ഏകദേശം കേരളത്തിന്റെ മറ്റൊരു വേർഷൻ ആയിട്ടൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് മലയാളികളുള്ള സ്പേസ് ആണ്. ഏകദേശം മലയാളത്തിൽ വരെ പല പോസ്റ്ററുകളും വെച്ചിട്ട് ഇൻട്രോ വരെ യൂണിവേഴ്സിറ്റികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഡൽഹിയൊക്കെയുള്ളത്. സെയിം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അത്ര ദീർഘമുള്ള ഒരു സ്ഥലമല്ല പുതുശ്ശേരി എന്നുള്ളത് കൊണ്ട് തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റികളും ഏകദേശം നമ്മളൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മലയാളി മുക്ക് പോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ സൗത്തിലൊക്കെ ഉണ്ടായത്. ബട്ട് നമ്മുടെ സൈക്കോളജി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണെങ്കിൽ വളരെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്നുള്ള ഒരു വളരെ നമ്മുടെ ഹരിയാനയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരുപാട് മലയാളീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്നുള്ളത്. MA സൈക്കോളജിയാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്നുള്ളത്. എനി ഡിഗ്രി 55% മുകളിൽ ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഡിപ്ലോമയും കൗൺസിലിംഗിന്റെ ഒരു ഡിപ്ലോമയും അവർ എന്ത് ചെയ്യുന്നുണ്ട്,
അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ RCIയുടെ ലൈസൻസോട് കൂടിയിട്ടാണ് അവർ ആ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന. അപ്പം അതിൽ തന്നെ നമുക്ക് കാണാം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അത്ര ഇമ്പോർട്ടന്റ് അവർ കൊടുക്കുന്നുണ്ട്. സൈക്കോളജി നല്ലൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന. ഒരുപാട് മലയാളീസ് അവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എന്നുള്ളത്. MA or MSc സൈക്കോളജിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഗയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബീഹാർ സ്റ്റേറ്റിലെ ഗയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് എയർപോർട്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഏകദേശം ഒരു പരിസരത്ത് തന്നെ യൂണിവേഴ്സിറ്റി വരുന്നത്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ നമുക്ക് ട്രെയിൻ ആയിരുന്നാലും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിരുന്നാലും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മീഡിയം റേഞ്ചിലാണ് നമ്മുടെ മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഏകദേശം ആവറേജിന്റെ എബോവ് രൂപത്തിൽ നമുക്ക് മാർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. പിന്നെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്ത് ബീഹാറിലുള്ള ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയിൽ സൈക്കോളജിയോ സയൻസോ ഹ്യൂമൻ സയൻസോ സോഷ്യൽ സയൻസോ ലൈഫ് സയൻസോ മെഡിക്കൽ സയൻസോ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു തസ്തികയിൽ നിന്ന് ഡിഗ്രി കഴിയണം എന്നുള്ളതേ ഉള്ളൂ അവിടെ അപ്ലൈ ചെയ്യാൻ. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല മലയാളീസിന്റെ നല്ല അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും ബീഹാർ ആണ് എന്നുള്ള ഒരു സ്റ്റിഗ്മ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവിടെയുള്ള ആളുകൾ മല്ലൂസിന്റെ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 50 മലയാളികളുടെ അടുത്ത് 60 മലയാളികളുടെ അടുത്ത് തന്നെ അവിടെ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ പോവാണെങ്കിലും അവിടെയൊക്കെ മലയാളീസിന്റെ ഒരു കാൽപാദം ഉണ്ടാവും എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ബീഹാറിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. അത് അത്ര നമുക്ക് ലോങ് ഇല്ലാത്ത, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ യാത്ര ഉണ്ടായിട്ട് നമുക്ക് അവിടെ എത്താൻ. പക്ഷേ ആ 3 ദിവസത്തെ യാത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി, PG കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാൽ മതി, എന്റെ PG സർട്ടിഫിക്കറ്റിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരിക്കൽ നിങ്ങളുടെ യാത്രയുടെ ദിവസം നോക്കരുത്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റോ അവിടുത്തെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കാതെ എന്ത് ചെയ്യണം, അതിനെതിരെ നിങ്ങൾക്ക് പോകാൻ പറ്റണം എന്നുള്ളത് ഞാൻ പറയുള്ളൂ. എവിടെന്നെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക. അവിടെ മാത്രം എനിക്ക് പഠിക്കണം, അവിടുത്തെ സിലബസ് നോക്കിയിട്ട് അവിടെ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ടോപ്പ് മാർക്ക് ഉണ്ടാക്കുകയും വേണം. ഓക്കെ, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേകത ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലാണ് അവിടുത്തെ കംപ്ലീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റ്, യൂണിവേഴ്സിറ്റി ന്യൂ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ബാച്ചാണ് പുതിയ ബിൽഡിങ്ങിലൊക്കെ അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ. MSc അപ്ലൈഡ് സൈക്കോളജിയും MSc ക്ലിനിക്കൽ സൈക്കോളജിയും അവരെന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് UG കഴിഞ്ഞ ആളുകൾക്കും അവിടെ എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. CUT എക്സാം കഴിഞ്ഞിട്ട് അത് ഏകദേശം അനന്തപൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശ്. ഏകദേശം 1 ഡേ ജേർണി മാത്രമേ നമുക്ക് ആന്ധ്രാപ്രദേശ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ ബത്തിൻഡയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് MA സൈക്കോളജിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് മലയാളീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഞ്ചാബ് മാത്രമല്ല മറ്റൊരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളീസ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പഠനം അല്ലെങ്കിൽ ജോലിയൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് MA സൈക്കോളജിയാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു നാട് കൂടിയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അവർ വ്യത്യസ്ത ഒരു സംസ്കാരമായിട്ടുള്ള വ്യത്യസ്ത ഒരു കലാരൂപങ്ങളുള്ള ഒരു ദേശം കൂടിയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഏകദേശം ഇന്ത്യ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മിഡിൽ ഭാഗത്ത് വരുന്ന യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ കാശ്മീരിലേക്കും അതുപോലെ ഗുജറാത്ത് എന്നുള്ള ഏരിയയിലേക്കൊക്കെ ആക്സസ് പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കേട്ടോ,
അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഇപ്പോൾ ബീഹാറിനെ പോലുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇന്ത്യയുടെ എവിടേക്കും ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. ബട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അക്കാദമിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് അവിടെ ഇപ്പോൾ MA സൈക്കോളജി ആണെങ്കിൽ എനിക്ക് MSc സൈക്കോളജി ആണ് PG വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുക, MSc സൈക്കോളജി ഉള്ള റിസൾട്ട് കൊടുക്കുക. കുറച്ചും കൂടെ അപ്ലൈഡ് സൈക്കോളജി ആണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതുകൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനെ കുറിച്ച്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഏകദേശം 1 ഡേ ജേണി മാത്രം നമുക്ക് ലഭ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്നുള്ളത്. ഗാച്ചിബൗളിയിൽ സ്ഥിതി ചെയ്യുന്ന MSc സൈക്കോളജിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. UG ഇൻ സൈക്കോളജിയിൽ UG കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ക്യാമ്പസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും ക്യാമ്പസും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഒരുപാട് മലയാളീസ് എന്തുണ്ട് ഹൈദരാബാദിലുണ്ട് നമുക്കറിയാം. പിന്നെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ് RGNIYD. അത് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. MSc അപ്ലൈഡ് സൈക്കോളജി അവരുടെ കോഴ്സിന്റെ പേര് മറ്റുള്ള രൂപത്തിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പക്ഷെ MSc അപ്ലൈഡ് സൈക്കോളജിയാണ് ഇപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂത്ത് ഡെവലപ്മെന്റിൽ അപ്ലൈ ചെയ്യാം. നല്ല സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഞാൻ ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ സിലബസും അവിടുത്തെ മലയാളീസിന്റെ നമ്പർ എന്ത് ചെയ്യാം, നിങ്ങൾ കലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്, അവിടെ ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, ക്ലാസ്സുകൾ ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ എടുക്കാറുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമായിക്കൊണ്ട് നിങ്ങൾ ചോദിക്കണം, അന്വേഷിക്കണം. അതിന്റെ ലിസ്റ്റ് ഓരോ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവർ അഡ്മിഷന്റെ സമയത്ത് ഓരോ ആളുകൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അതാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂത്ത് ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. MA or MSc സ്പോർട്സ് സൈക്കോളജി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ ഏകദേശം 9 കിലോമീറ്റർ 90 കിലോമീറ്റർ അജ്മീറിൽ നിന്ന്, ജയ്പൂരിൽ നിന്ന് 90 കിലോമീറ്റർ അപ്പുറത്തുള്ള അജ്മീർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ MA MSc സ്പോർട്സ് സൈക്കോളജി ആണ്. അപ്പോൾ ആ സ്പോർട്സ് സൈക്കോളജി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളാണ് രാജസ്ഥാനിലേക്ക് പോകേണ്ടത്. അവരുടേതായ കുറച്ച് ഫീയും കാര്യങ്ങളും അവരുടെ ബൈലോയിൽ നിങ്ങൾക്ക് അവരുടെ സിലബസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ട്യൂഷൻ ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സ് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അതിന് ഒരിക്കലും നമ്മൾ എവിടെ എത്താൻ പറ്റൂല, അല്ലെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ടുള്ള സ്പോർട്സ് സൈക്കോളജിക്ക് നമുക്ക് അബ്രോഡിലായിരുന്നാലും ഇന്ത്യയിലൊക്കെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തൊക്കെ മേ ബി അതിനൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അബ്രോഡിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്പോർട്സ് സൈക്കോളജി എന്നുള്ളത്. സോ സ്പോർട്സ് സൈക്കോളജി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. സൈക്കോളജി ഓർ സൈക്കോളജി ഇക്വലന്റ് ആയിട്ടുള്ള UG കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം. ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം ഏകദേശം സാഗർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് സാഗർ എന്ന് പറയുന്നത്. ആ സാഗറിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം എന്നുള്ളത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. 1946 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഹരിസിംഗ് ഗൗർ എന്നുള്ളത്. സൈക്കോളജി തുടക്ക കാലഘട്ടത്തൊക്കെ അവിടെ സൈക്കോളജി എടുത്തിരുന്നത് ഹിന്ദി ഭാഷയിലായിരുന്നെങ്കിൽ ഇപ്പം കറന്റ് ഒരുപാട് മലയാളീസ് അവിടെ എത്തുകയും ഒരുപാട് മലയാളീസ് അവിടെ പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ വന്നത് കൊണ്ട് തന്നെ സെൻട്രൽ ഈ CUT PGന്റെ അണ്ടറിലേക്ക് ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം ആഡ് ചെയ്തതിനു ശേഷം കുറെയൊക്കെ ഇംഗ്ലീഷിലാണ് ക്ലാസ്സസ് വരാറുള്ളത്. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിലും അവിടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും നിങ്ങൾ ഉണർത്തുകയാണ്. ഓക്കെ, അവിടെ MA or MSc സൈക്കോളജി ആണ്. Any UG ഡിഗ്രി 45%. സോ 50%-ന് താഴെ ഡിഗ്രി ഇതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം എന്നുള്ളത്. ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക. MA or MSc സൈക്കോളജി ആണ്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU സംബന്ധിച്ചിടത്തോളം അവിടെ MA or MSc സൈക്കോളജി. ഇപ്പൊ പറഞ്ഞ ഭൂരിഭാഗവും നമ്മൾ മനസ്സിലാക്കി MA or MSc സൈക്കോളജി ആണ്. അതും മധ്യപ്രദേശിൽ ലാൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതും മധ്യപ്രദേശിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം ഇന്ത്യയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് IGNTU. സോ അവിടെ പഠിക്കുന്ന മലയാളീസും ഉണ്ട്. അവിടെ
ഒരുപാട് മലയാളീസ് പഠിക്കുന്നുണ്ട് അവിടെ. ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഓരോ യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, ഓരോ യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ യൂണിവേഴ്സിറ്റി ഒരുപോലെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കില്ല. ഓരോ റീജിയൻ ബേസ് ചെയ്തിട്ട്, ഓരോ നാട് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ റെസ്ട്രിക്ഷൻസ്, അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അതിന്റെ ടൈമിങ്, യൂണിവേഴ്സിറ്റീസിന്റെ ടൈമിങ്, തണുപ്പുള്ള ടൈമിൽ, അതുപോലെ തന്നെ സമ്മർ സീസണിലൊക്കെ വ്യത്യസ്ത ടൈം ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ആളുകളുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മണിപ്പൂർ യൂണിവേഴ്സിറ്റി MA or MSc സൈക്കോളജി ഏത് UG കഴിഞ്ഞ ആളുകൾക്കും ഇംഫാലിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് മണിപ്പൂർ യൂണിവേഴ്സിറ്റി. മലയാളീസ് ഉണ്ട്, കേവലം കൂടുതൽ മലയാളീസ് ഒന്നും ഇല്ല, പക്ഷെ മലയാളീസ് പഠിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് ആണ് MGAHV. ഈ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പെടുന്നുണ്ട്, പക്ഷെ മലയാളീസ് അത്ര എത്താത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം അത് വാർധ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. MA സൈക്കോളജിയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി UG ഡിഗ്രി മതി. ഇനി ആദ്യമായിട്ട് അവിടെയൊക്കെ മലയാളികളുടെ കാൽവെപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അവിടെ പഠിച്ച ആളുകളെ ഇതുവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക എങ്ങനെയാണ് ക്ലാസ് രീതി കാര്യങ്ങളൊക്കെ. എന്നിട്ട് പുതിയൊരു മലയാളിയുടെ ഒരു തുടക്കം MGAHV എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ, മഹാത്മാഗാന്ധിയുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് പിന്നത്തെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ത്രിപുര യൂണിവേഴ്സിറ്റി. ത്രിപുര യൂണിവേഴ്സിറ്റി നമ്മുടെ അഗർത്താലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അപ്പോൾ ചുറ്റളവിലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ സിറ്റീസിലൊക്കെ അഥവാ എയർപോർട്ടൊക്കെ ആക്സസ് ഉള്ള മെയിൻ സിറ്റീസിന്റെ അടുത്താണ് ഒരുവിധം യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളത്. സോ ത്രിപുര യൂണിവേഴ്സിറ്റി അഗർത്താല യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്താണ്. MA സൈക്കോളജി ആൻഡ് BA or BSc ഹോണേഴ്സ് ഇൻ സൈക്കോളജി ഓർ എനി അതർ സബ്ജക്ട്, ഏത് സബ്ജക്ട് ആയിരുന്നാലും നിങ്ങൾക്ക് ത്രിപുര യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ അരുണാചൽ പ്രദേശിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. സോ അത് ഇന്ത്യന്റെ ഏകദേശം നോർത്ത് ഈസ്റ്റിൽ തന്നെ കുറച്ച് ലോങ് ആണ്, ആക്സസ് ചെയ്യാൻ കുറച്ച് ലോങ് ആണ്. പക്ഷെ എന്നിരുന്നാലും അവർ MA സൈക്കോളജിയും MSc സ്പോർട്സ് സൈക്കോളജിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി UG ഡിഗ്രിയാണ്. പിന്നെ ഉള്ളത് സിക്കിം യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഗാങ്ടോക്കിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിം യൂണിവേഴ്സിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട്, നല്ല എന്താ പറയാ, നോർത്ത് ഈസ്റ്റ് ഒക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സിക്കിം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. MA or MSc സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനി ഗ്രാജുവേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 45% ആണ് അവരുടെ ക്രൈറ്റീരിയ ഉള്ളത്. പിന്നെ മിസോറാം യൂണിവേഴ്സിറ്റി MA സൈക്കോളജി ആൻഡ് MSc ക്ലിനിക്കൽ സൈക്കോളജി എനി ഡിഗ്രി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി 20 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, ഓരോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച്, അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഫാക്കൽറ്റി എങ്ങനെയാണെന്നൊക്കെ അവിടുത്തെ മലയാളീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ സുഖമായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്തൊക്കെയാണ്, അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ള വെറും ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി 20 യൂണിവേഴ്സിറ്റിയിലൂടെ കടന്നു പോയിട്ടുള്ളൂ. സോ നിങ്ങൾ ഇനി എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ തന്നെ. അതായിരിക്കണം നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ. ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കണം ഞാൻ പഠിക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കണം എൻ്റെ PG ചെയ്യേണ്ടത്, എൻ്റെ PG സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ ഏത് യൂണിവേഴ്സിറ്റിന്റെ പേരായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. ആ യൂണിവേഴ്സിറ്റിന്റെ അവസാന 2025 കട്ട് ഓഫ് എത്രയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക. എന്നിട്ട് ഈ 75 ക്വസ്റ്റ്യൻസിൽ 4 മാർക്കിൽ എനിക്ക് ഏകദേശം ഒരു 250 ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200+ മാർക്കെങ്കിലും നിങ്ങൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 5 ഇയേഴ്സ് മുന്നുള്ള ഓരോ മാർക്കുകൾ എടുക്കുമ്പോൾ ഒരു 3 ഇയേഴ്സ് മുന്നേ 150 എന്നുള്ള മാർക്ക് വലിയ മാർക്കായിരിക്കും. പക്ഷെ അത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ 150 എന്നുള്ള മാർക്കിന്റെ വാല്യൂ കുറയാണ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾ മിനിമം ഒരു 250 അല്ലെങ്കിൽ 230 എന്നുള്ള മാർക്കെങ്കിലും നിങ്ങൾ ഡ്രീം ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് ഒരു 200 എങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് PG ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. 30-ൽ പരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ട്യൂഷൻ ഫീ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബട്ട് വളരെ എന്താ പറയാ, മുന്നിൽ നിൽക്കുന്ന
വളരെ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ വെറും 3 യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അമിറ്റി യൂണിവേഴ്സിറ്റി, അവിടെ MA അപ്ലൈഡ് സൈക്കോളജി, MA ക്ലിനിക്കൽ സൈക്കോളജി, MA കൗൺസിലിംഗ് സൈക്കോളജി, MA ഓർഗനൈസേഷണൽ സൈക്കോളജി എന്നീ UG കഴിഞ്ഞ ആളുകൾക്ക് അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, പഞ്ചാബിലെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, MA ക്ലിനിക്കൽ സൈക്കോളജി, MA സൈക്കോളജി, UG സൈക്കോളജി, എനി ഡിഗ്രി, UG സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്കോ എനി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കോ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി LPU, MA സൈക്കോളജി, MA ക്ലിനിക്കൽ സൈക്കോളജി, MA ഫോറൻസിക് സൈക്കോളജി എനി UG കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. MA സൈക്കോളജിക്ക്, MA ക്ലിനിക്കൽ സൈക്കോളജിക്ക് സൈക്കോളജിക്ക് UG കഴിഞ്ഞ ആളുകൾക്ക് പറ്റുള്ളൂ. MSc ഫോറൻസിക് സൈക്കോളജിക്ക് UG കഴിഞ്ഞ ഒരു സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ LPയും ചണ്ഡീഗറും അതുപോലെ തന്നെ അമിറ്റി യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ട്യൂഷൻ ഫീ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആ ട്യൂഷൻ ഫീ ഒക്കെ അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. ആ ട്യൂഷൻ ഫീന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി എത്രയാണ് അവരുടെ ഓരോ സെമിസ്റ്ററിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അവിടെ നിൽക്കാനുള്ള ചെലവ്, ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നല്ലൊരു എമൗണ്ട് വരികയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി 3 ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ബട്ട് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, TISS. വളരെ സൈക്കോളജിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TISS എന്ന് പറയുന്നത്. MA അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് പ്രാക്ടീസ് വിത്ത് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ MA അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് പ്രാക്ടീസ് സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഡൽഹി NCR ക്യാമ്പസിൽ. അപ്പം ഇങ്ങനെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിന് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ബട്ട് TISS പോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ, മുംബൈയിലുള്ള TISS പോലുള്ള മേ ബി നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ കട്ട് ഓഫ് വളരെ ചെറുതല്ല, ബട്ട് ഹൈ കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. ആ കട്ട് ഓഫ് ലഭിക്കുമ്പോൾ ഫിനാൻഷ്യലി നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ആണ് എന്നുണ്ടെങ്കിൽ TISS പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിന്റെ കുറച്ചൊക്കെ പ്രത്യേകത എന്നുള്ളത്. ബട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ സെയിം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഏകദേശം 10ൽ പരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. അതിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ ആളുകൾ ഒരുപാട് സൈക്കോളജി പഠിച്ച ആളുകൾ PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി എന്നുള്ളത്. ആസാം വുമൻസ് യൂണിവേഴ്സിറ്റി, അതുപോലെ ബറക്കത്തുള്ള യൂണിവേഴ്സിറ്റി, ഭോപ്പാലിലെ ബറക്കത്തുള്ള യൂണിവേഴ്സിറ്റി അത്യാവശ്യം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. വിക്രം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ടെക്നോളജി, ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ മേ ബി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഭാഷയിലാണ് അവിടുത്തെ ക്ലാസ്സുകൾ എടുക്കുക, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഇഷ്യൂസ് ചിലപ്പോൾ നമുക്ക് മേ ബി വരാം. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റിയും അല്ല, ചില യൂണിവേഴ്സിറ്റികൾ മാത്രം. ബട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് PG ചെയ്യുകയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ചെയ്യുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അത് തന്നെ എന്ത് ചെയ്യുക, ലക്ഷ്യം വെക്കുക. അതുപോലെ തന്നെ അതല്ല കുറച്ചും കൂടെ ഭയങ്കര എക്സ്പോഷർ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ
ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഏറ്റവും നല്ല സിലബസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചും കൂടി എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പഠിക്കുന്ന ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ലഭിക്കും. അവിടേക്കുള്ള യാത്ര കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം എക്സാം എഴുതുന്നതിന് മുന്നേയും അതുപോലെ തന്നെ എക്സാം എഴുതിയതിന് ശേഷം ഇനി അപ്ലൈ ചെയ്യുമ്പോഴും ഇത്രയൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആ ഒരു നമ്മൾ 2024 CUET PG ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോർഗെറ്റിംഗ് ഓഫ് ന്യൂ ലേണിംഗ് ഡ്യൂ ടു പ്രീവിയസ്ലി അക്വയർഡ് മെറ്റീരിയൽ ഈസ് കോൾഡ് ഇന്റർഫിയറൻസ്, ഇന്റർപോളേഷൻ, ഇന്റർലോക്യൂഷൻ, ഇന്ററാക്ഷൻ. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും ഇതിൽ ഏതാണ് ആൻസർ. ഓക്കെ, കമന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്നുള്ളതാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ആൻസർ എന്നുള്ളത്. നമ്മൾ റിട്രോ ആക്റ്റീവ് അതുപോലെ തന്നെ പ്രോ ആക്റ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 2024 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതെ പോയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യാം. ഈ CUET അല്ലാത്ത കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലാണ് നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഇതൊക്കെ NIRF റാങ്കിങ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മൾ NIRF റാങ്കിങ് എടുക്കുകയാണെങ്കിൽ 4ാമത് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റി. അവർക്കൊക്കെ സെപ്പറേറ്റ് എക്സാമുകളാണ് ഉണ്ടാകുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും നിങ്ങളുടെ ഇതുപോലുള്ള സൈക്യു ലേണിംഗ് പോലെയുള്ള നിങ്ങൾ ഇതിന്റെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം അപ്ഡേഷൻസ് ഒക്കെ ഇതിൽ അറിയിക്കുന്നതായിരിക്കും. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ എക്സാമിന്റെ ഡേറ്റ്, അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്, അപ്പോൾ സെപ്പറേറ്റ് എക്സാം ആണ്. അത് CUET PG അണ്ടറിലല്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. സെപ്പറേറ്റ് എക്സാം ആണ് ഉണ്ടാകുക. അതിന്റെ എക്സാം ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവാതിരിക്കുക. ഓക്കെ, എല്ലാവരും CUET PG എക്സാം മാത്രം ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിന്റെ എക്സാം നിങ്ങൾ എന്തെയും മറന്നു പോവാതിരിക്കുക. അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി NIRF റാങ്കിങ്ങിൽ 10ാമത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇപ്പൊ നമ്മൾ വായിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി BHU ഒക്കെ ആദ്യം 10ൽ വരുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി BHU, ഇതൊക്കെയാണ് ആദ്യത്തെ 10 NIRF റാങ്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ളത് നമ്മൾ അന്വേഷിക്കുക. ചിലപ്പോൾ NIRF റാങ്കിങ് നല്ല ഇതായിരിക്കും, ബട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്. പക്ഷെ ഇതൊക്കെ മോസ്റ്റ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ മലയാളീസ് ഒരുപാട് പഠിക്കുന്നതാണ്. പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി 18ാം റാങ്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ 19 റാങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് 77ാമത്തെ റാങ്കിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റി ഒക്കെ 39ാമത്തെ റാങ്കിങ്ങിലാണ് വരുന്നത്. പിന്നെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. വളരെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റുള്ള യൂണിവേഴ്സിറ്റിയാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. ഇതൊന്നും CUET PG അണ്ടറിൽ വരുന്ന എക്സാമുകളല്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, CUET PG എക്സാമിൽ വരാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ യൂണിവേഴ്സിറ്റികളും CUET PG അണ്ടറിലല്ല വരിക. ഇപ്പം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം വരെ അവരുടെ സെന്ററുകൾ ഡൽഹിയിൽ പോയിട്ട് എക്സാം എഴുതണമായിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ MCQ മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ എക്സാമിന് ഉണ്ടായിരിക്കും. ജാമിയ മില്ലിയന്റെ MCQ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ എക്സാമൊക്കെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ടായിരിക്കും. അവിടെ പോയിട്ടായിരിക്കും എൻട്രൻസ് എക്സാം എഴുതുക. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇവിടെ അതിന്റെ സെന്റർ ഉണ്ടായിരിക്കും. സോ അതൊക്കെ എന്ത് ചെയ്യുക, അത് വിളിക്കുന്ന സമയത്ത് എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവെയർ ആയിരിക്കണം. CUET PG മാത്രമല്ല, ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇപ്പോ 2026 അഡ്മിഷനിൽ മേ ബി ജാനുവരിയോട് കൂടി തന്നെ, ഇതിന്റെ മുന്നേ തന്നെ ഏകദേശം ഓരോ യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, അതിന്റെ ഫോം കാര്യങ്ങൾ ഡാറ്റ ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഫില്ല് ചെയ്യുക. എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കിട്ടാത്ത എല്ലാ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ജാമിയ മില്ലിയ ആയിരുന്നാലും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിരുന്നാലും അതുപോലെ CUET PG ആയിരുന്നാലും ഒക്കെ തന്നെ നിങ്ങൾ അതിൽ ചെയ്യുക. അപ്പൊ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ CUET അല്ലായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ. ബട്ട് അതൊക്കെ CUET PG പിന്നെ ആഡ് ഓൺ വന്നതാണ്. അപ്പം ഇവര് ഇപ്പോഴും CUETന്റെ അണ്ടറിലല്ല എക്സാം നടക്കുന്നത്, സെപ്പറേറ്റ് ആണ്. അത് എക്സാം വിത്ത് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിന്റെ ഓരോ വ്യത്യസ്ത സ്ഥലമാണ്. അപ്പൊ നേരത്തെ അവിടെ ചോദിച്ചു ജാമിയ മില്ലിയ, അലിഗർ പോലെയുള്ള യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ. സോ അത് CUET PG എക്സാമിന്റെ അണ്ടറിൽ വരുന്നതല്ല എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒസ്മാനിയ യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ AMU ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്
പറയാനുള്ളത്. ഓക്കെ ഫൈൻ. ഇനി നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രാജുവേറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് 45% എനി ഡിഗ്രി, 55% എനി ഡിഗ്രി വിത്ത് 1 പേപ്പർ ഇൻ സൈക്കോളജി, ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മാക്സിമം 50%. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം മിനിമം ഒരു 50% എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രിക്ക് മാർക്ക് വേണം. അവിടെ മനസ്സിലാക്കേണ്ടത് 50% മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, ബിക്കോസ് നമുക്ക് പുറത്ത് എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, 80% പ്ലസ് ഉണ്ടെങ്കിൽ നാട്ടിൽ നമുക്ക് പി ജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നാട്ടിൽ പി ജി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പെർസെൻറ്റേജിലേക്ക് അവർ എയിം വെക്കേണ്ടി വേണം. ഇനി പുറത്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ മിനിമം 50% എങ്കിലും മാർക്ക് വേണം. ഇനി അത് 80 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂസിനൊക്കെ മേ ബി ഡിഗ്രി പെർസെൻറ്റേജ് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും അവിടെ ബെനിഫിറ്റ് ആണ്, ഡിഗ്രിയിൽ നമുക്ക് പെർസെൻറ്റേജ് കൂടി കഴിയുമ്പോൾ. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ ഒരിക്കലും 50 മതിയല്ലോ, ഇനിയിപ്പോൾ അത്രക്ക് മതിയല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവരുത്. മാക്സിമം നമുക്ക് വാങ്ങാൻ പറ്റുന്ന പെർസെൻറ്റേജ് എന്ത് ചെയ്യാം, നമ്മൾ വാങ്ങാം. ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ ഫൈനൽ ഇയർ UG സ്റ്റുഡൻസ് ആയിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഓക്കെ. ഇനി CUT PGയുടെ സൈക്കോളജിയുടെ സിലബസിന്റെ ബ്രീഫ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ 13 യൂണിറ്റുകളാണുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി, സ്കൂൾ ഓഫ് സൈക്കോളജി, ബയോളജിക്കൽ ബേസിസ് ബിഹേവിയർ, ലേണിംഗ്, മെമ്മറി, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജി. സോ ഈ 13 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാണ്. നിങ്ങൾ UGയിൽ നമ്മൾ പഠിച്ച ഏകദേശം ആ ഒരു സെയിം സംഭവം തന്നെയാണ്, കണ്ടന്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ UGയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നൊന്ന് ആലോചിച്ചു. UGയിൽ നമ്മൾ ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ യൂണിറ്റിൽ ഏകദേശം മുഴുവൻ ഭാഗങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സെം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ടീംസ് ഓഫ് സൈക്കോളജിയുടെ ആയിട്ട് ഒറിജിന്, അതുപോലെ തന്നെ അറ്റൻഷൻ, പെർസെപ്ഷൻ, കോൺഷ്യസ്നെസ്, സ്ലീപ്പ്, ഇതിനൊക്കെ ചെറിയ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് സെം മുതൽ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. സെക്കൻഡ് സെമ്മിൽ നമ്മൾ ഏകദേശം കോഗ്നിറ്റീവ് പ്രോസസ്, മെമ്മറി, മോട്ടിവേഷൻ, ഇമോഷൻ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വെച്ചിട്ടാണ് പറയുന്നത്, മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ട്, പക്ഷെ മേ ബി ഈ ഒരു രൂപത്തിൽ തന്നെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. ഏകദേശം തേർഡ് സെം എത്തുമ്പോൾ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, മെഷർമെന്റ്, റിസർച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ എയിമാക്കി വന്നു. ഫോർത്ത് സെമ്മിൽ നമ്മൾ ഇന്റലിജൻസും അതിന്റെ തിയറീസും ഒക്കെ നമ്മൾ നോക്കി, പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിച്ചു. ഫിഫ്ത്ത് സെമ്മിലും സിക്സ് സെമ്മിലും നമ്മൾ അബ്നോർമൽ, സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്, ഇതിന്റെ ഒക്കെ 2 പാർട്ടുകളായിട്ട് പഠിച്ചു. സോ നമ്മൾ ഈ സിലബസും അതുപോലെ തന്നെ പഠനം എന്നുള്ളത് കൃത്യമായിട്ട് ഡിഗ്രിയിൽ നമ്മൾ എന്ത് പഠിച്ചോ ആ ബേസിക്സ് മാത്രം ഉണ്ടായാൽ മതി. കാരണം സൈക്കോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഡിഗ്രിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കൃത്യമായിട്ടുള്ള നോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള നോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് CUT PG മാത്രമല്ല നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, MPhil എൻട്രൻസിനൊക്കെ ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. സോ UGയിൽ ഉണ്ടാക്കുന്ന നോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന PDF നോട്ടുകളൊക്കെ തന്നെ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക നിങ്ങൾ CUT PGന്റെ പ്രിപ്പറേഷന് വേണ്ടി. ഓക്കെ ഫൈൻ. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജി, ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ആൻഡ് കീ ഫിഗേഴ്സ്. എക്സാമ്പിൾ ഉണ്ട് ജെയിംസിന്റെ ഒക്കെ, അവരുടെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്, അവരൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം നമ്മൾ നോക്കുക. മേജർ പെർസ്പെക്റ്റീവ് സൈക്കോളജി, ബയോളജിക്കൽ, കോഗ്നിറ്റീവ്, ബിഹേവിയറൽ, ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആൻഡ് റിലേഷൻ ടു അതർ ഡിസിപ്ലിൻ, ടൈപ്പ് ഓഫ് സൈക്കോളജി. സോ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സെയിം സ്കൂൾ ഓഫ് സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ഒക്കെ ഏകദേശം ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഏരിയയിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട്. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡീപ്പിലേക്ക് പഠിക്കുക എന്നുള്ളതല്ല, ഇതൊക്കെ എന്താണ്, ഇതാരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഒരു എക്സാമ്പിൾ മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന തിയറികൾ, ഇതിന്റെ അതുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകൾ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളും എന്താണ് ഇത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് സൈക്കോളജി. സോ യൂണിറ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം യൂണിറ്റുകളാണ്. അണ്ടർസ്റ്റാൻഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഏകദേശം വരുന്നുണ്ട്. സ്കൂൾ ഓഫ് സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ഏകദേശം സെയിം കണ്ടന്റ് ആണ് വരുന്നത്. പിന്നെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ നമുക്കറിയാം, നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് നമ്മൾ പഠിച്ചൊരു ഏരിയ ആയിരിക്കും ചിലപ്പോൾ. നെർവസ് സിസ്റ്റം, ബ്രെയിൻ സ്ട്രക്ചർ, എൻഡോക്രൈൻ സിസ്റ്റം, ജെനറ്റിക്സ്, സ്ലീപ്പ് സൈക്കിൾ, ഇതൊക്കെ നമുക്ക് വളരെ എനർജറ്റിക്കലി നമ്മൾ പഠിച്ച ഭാഗങ്ങളായിരിക്കും. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് CUT PGയിൽ ചോദിച്ചിട്ടുണ്ട് എന്നതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ദ കാറ്റ് വിച്ച് മ്യൂസ് ടു എ ഡോർബെൽ നോട്ട് എ ഫോൺ റിംഗ് ഈസ് എക്സിബിറ്റിംഗ് ദ ലേണിംഗ് ഫിനോമിനൻ ഓഫ്. ലേണിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്റ്റിമുലസ് ലാറ്റൻസി ആണോ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണോ, സ്റ്റിമുലസ് മോഡിഫിക്കേഷൻ ആണോ, സ്റ്റിമുലസ് ഓർഗനൈസേഷൻ ആണോ.
ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റും. The cat which moves to a doorbell, not a phone ring, is exhibiting the learning phenomenon of. അത് ഏത് ലേണിംഗ് ഫിനോമിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ ഫൈൻ. നമ്മൾ ലേണിംഗിൽ പഠിച്ചതാണ് ഒരു പൂച്ച എന്ത് ചെയ്യുന്നുണ്ട്, ഫോണിന്റെ റിങ് കേട്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് അത് റിയാക്ട് ചെയ്തത് വേറെ സ്റ്റിമുലസിനാണ്. 2 സ്റ്റിമുലസ് കൊടുത്തു, അതിൽ നിന്ന് ഒരു സ്റ്റിമുലസ് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത്, അതിന്റെ റിയാക്ഷൻ വന്നിട്ടുള്ളത്. സോ അതിൽ ആൻസർ ആയിട്ട് വരെ എന്താണ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ്. കാരണം 2 സ്റ്റിമുലസിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പൂച്ചക്ക് സാധിച്ചു എന്നുള്ളതാണ്. സോ അത് ഏത് ലേണിംഗിന്റെ ഫിനോമിനയാണ്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ ഫൈൻ. നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ലേണിംഗ് മെമ്മറി എന്നുള്ള ഭാഗം നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് ലേണിംഗ്, ഒരുപാട് ലേണിംഗിന്റെ ടൈപ്പുകൾ, മോഡൽസ് ഓഫ് മെമ്മറി, ഒരുപാട് ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മോഡൽ ഉണ്ട്, മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെത്, പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് മെമ്മറിയുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാം. പിന്നെ ഫോർഗെറ്റിംഗ് അതിന്റെ തിയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ലേണിംഗ് മെമ്മറി എന്നുള്ള ഭാഗത്ത് നിന്ന് ഏകദേശം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഈ സിലബസിൽ ഉള്ളത് ഈ ഒരു ഭാഗങ്ങളാണ് എന്നതാണ്. നെക്സ്റ്റ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, സൈക്കോ ഫിസിക്സ്. ആ ഒരു നമ്മൾ ലോക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, സൈക്കോ ഫിസിക്സിന്റെ ആ ഒരു ത്രെഷോൾഡ്, അബ്സല്യൂട്ട് ത്രെഷോൾഡ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ സൈക്കോ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ആ ഒരു ഭാഗം. പിന്നെ സെൻസേഷൻ, പെർസെപ്ഷൻ, അറ്റൻഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ. അറ്റൻഷന്റെ തിയറികളുണ്ട്, പെർസെപ്ഷന്റെ ചെറിയ ചെറിയ തിയറികളുണ്ട്, സെൻസേഷന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നുള്ളത് ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ ആണ്. ഇമോഷൻ ആൻഡ് മോട്ടിവേഷനിൽ വരുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷന്റെ ഒരുപാട് തിയറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തിയറികളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു എക്സാം പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഇയേഴ്സ് ചോദിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ഇപ്പൊ നെറ്റ് എക്സാമുകൾ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചോദിക്കുക അതിന്റെ ഇയേഴ്സ്, അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ CUET എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നത് ഇമോഷന്റെ തിയറികൾ, അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ ഇമോഷൻ, മോട്ടിവേഷന്റെ തിയറികൾ, ഇമോഷന്റെ തിയറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഷാറ്റർ സിംഗർ, അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ പേരുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലെ. അത്ര തന്നെ അങ്ങനെ പോലുള്ള പേരുകളൊക്കെ കടന്നു വരുന്നത് അതന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാനുള്ളതിന്റെ എക്സാമ്പിൾ. സോ ഇമോഷൻ തിയറിയിലെ ഇമോഷൻസ് ആദ്യം വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ്, ആദ്യം വരുന്നത് ഏത് ടൈപ്പാണ്, അങ്ങനെ മോട്ടിവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക. ആ തിയറികളൊക്കെ മാറിപ്പോവാതിരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് അതിനെന്ത് ചെയ്യാം, മാപ്പ് രൂപത്തിലൊക്കെ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇന്റലിജൻസിന്റെ തിയറീസ്, അസസ്മെന്റ് ടൂൾസ്, ഇന്റലിജൻസ് അസസ് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലാണ്, അതൊക്കെ നമ്മൾ നമ്മുടെ ഏകദേശം 3rd സെമ്മിൽ അല്ലെങ്കിൽ 4th സെമ്മിൽ നമുക്ക് ആദ്യ ഭാഗത്ത് ഏകദേശം പഠിക്കാനുണ്ട് ഇന്റലിജൻസിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ. ഇന്റലിജൻസിന്റെ തിയറീസ് ഒക്കെ 4th സെമ്മിൽ നോട്ട് എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ പേഴ്സണാലിറ്റി 4th സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി തിയറി എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് 3rd സെമ്മിൽ നിങ്ങൾ പഠിച്ച ഭാഗമാണ്. ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, അതിന്റെ ടൈപ്പ് എന്നുള്ളതൊക്കെ, എക്സ്പെരിമെന്റ്, അതൊക്കെ നിങ്ങൾ ഏകദേശം 3rd സെമ്മിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ആ ഭാഗങ്ങൾ നോക്കുക. പിന്നെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് അഥവാ ഡെവലപ്മെന്റിലൊക്കെ നിങ്ങൾ 2 രൂപത്തിൽ, ഡെവലപ്മെന്റ് പാർട്ട് 1 5th സെമ്മിലും ഡെവലപ്മെന്റ് പാർട്ട് 2 6th സെമ്മിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കുക. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ 5th സെമ്മിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച സാധനമാണ്. അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. സോ ഇതും 5th and 6th സെമ്മിലെ ഡിസോർഡേഴ്സ്, വ്യത്യസ്ത ഡിസോർഡേഴ്സ്, നമ്മൾ മൂഡ് ഡിസോർഡർ, അതുപോലെ തന്നെ സ്ട്രെസ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത്, സ്കിസോഫ്രീനിയ പോലുള്ള ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അബ്നോർമൽ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പിന്നെ തിയറീസ് ഓഫ് സൈക്കോപാത്തോളജി, സൈക്കോതെറാപ്പി അപ്രോച്ചസ്, ഇതൊക്കെ കൗൺസിലിംഗിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 5th and 6th സെമ്മിൽ. പിന്നെ അവസാനത്തത് സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ 1st and 2nd സെമ്മിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തായാലും നിങ്ങൾ ഓടിച്ചു പോയിട്ടുണ്ടായിരിക്കും. 2 ടൈപ്പ് മാത്രം പഠിക്കാനുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, ഇൻഫറൻഷ്യൽ എന്താണ്. ഇതൊരിക്കലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള രൂപത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ വരില്ല. ബട്ട് അതിന്റെ പ്രാക്ടിക്കൽ അല്ല, തിയറി പാർട്ടായിരിക്കും വരിക. മേ ബി റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും
ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിലബസിനെ കുറിച്ച് പറഞ്ഞത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ സമയപരിമിതി മൂലം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതൊക്കെ ഓരോന്ന് എണ്ണിയപ്പം നിങ്ങളുടെ ഓരോ സെമിസ്റ്ററിൽ നിങ്ങളുടെ ഓരോ സെമ്മിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞാൽ UGയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ ഏകദേശം ആ രൂപത്തിൽ തന്നെയാണ് CUET-യുടെ വരുന്നത്, സിലബസ് വരുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ UG പഠിച്ചത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അത്ര പറയാനുള്ളൂ. UG പഠിച്ചത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷുവർ നിങ്ങൾക്ക് CUET PG നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ 13 യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ 17 യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ നമ്മുടെ എക്സാം ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ പോർട്ടൽ, ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. അതാണ് NTA-യുടെ സൈറ്റ് കൊടുത്തിട്ടുള്ളത്. സോ NTA-യുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NTA-യുടെ സൈറ്റിലായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് വരിക, നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ 2025-ന്റെ സ്കോർ കാർഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാൻ ലേറ്റസ്റ്റ് ന്യൂസിന്റെ അവിടെ ഏകദേശം CUET PG-ന്റെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ CUET PG-ന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 2026 ഇനി വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ NTA-യുടെ വെബ്സൈറ്റ് ഉണ്ടാകുക. ആൻഡ് നോട്ടിഫിക്കേഷൻ ഏകദേശം ഡിസംബർ ജനുവരി കാലഘട്ടത്തായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എക്സാം. അപ്പോൾ ഈ മന്ത് ഓർ നെക്സ്റ്റ് മന്ത് ആയിട്ട് തന്നെ CUET PG-യുടെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്ലിക്കേഷൻ പീരീഡ് ജനുവരി മുതൽ ഫെബ്രുവരി, ഏകദേശം 1 മന്ത് ഡ്യൂറേഷനിലായിരിക്കും അപ്ലിക്കേഷൻ പീരീഡ് വരുന്നുണ്ടാവുക. അപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ, പ്രത്യേകിച്ച് PG-ക്കൊക്കെ നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ NCL അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കണം. മൈഗ്രേഷന് അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കാനുള്ള ടൈം നിങ്ങൾക്കാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കയ്യിൽ വെക്കുക. പിന്നെ എക്സാം ഡേറ്റ് വരുന്നത് ഏകദേശം മാർച്ച് ഏപ്രിൽ ആയിരിക്കും. അല്ലാതൊന്നുമില്ല, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, ഈ ഒരു 4 മാസം, ഇനി വരാനിരിക്കുന്ന 4 മാസം കൊണ്ട് നമ്മുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൊത്തം 4 മാസത്തെ ഒരു ഇനി വരാൻ പോകുന്ന 4 മാസം നിങ്ങളൊന്ന് പറഞ്ഞിരിക്കുക. ഇനി വരാൻ പോകുന്ന 4 മാസം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും ഈ ഒരു 4 മാസം. അതിന്റെ റിസൾട്ട് മെയിൽ വരും, ജൂണിൽ അഡ്മിഷൻ വരും, ജൂലൈ കഴിഞ്ഞു, ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേന് നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ PG ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളത് സ്വപ്നം കാണാം. നിങ്ങൾ എന്നും രാത്രി അത് സ്വപ്നം കാണാം. ഞാൻ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അതിന്റെ ഇമേജസ് ഒക്കെ നിങ്ങൾ കിട്ടും ഗൂഗിളിൽ. അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അത് നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 മന്ത് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിലൂടെയാണ് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, CUET PG NTA. CUET PG എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അതിന്റെ സിലബസ്, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ ഉള്ളതിനൊക്കെ നിങ്ങൾക്കൊക്കെ അവൈലബിൾ ആണ് എന്നതാണ്. സോ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളോട് ചോദിക്കാണ്. Which of the following best describes Erikson developmental theory? എറിക്സന്റെ ഡെവലപ്മെന്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? 4 stages of psycho-sexual development, 8 stages of psycho-social development, 4 stages of cognitive development, no stages development is continuous. So ഇതിലെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് എറിക്സന്റെ ഡെവലപ്മെന്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻ ഏതാണ്? 2024 PG CUET എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ആൻസർ ആണ് കൊടുത്തിട്ടുള്ള. ആൻസർ ഏതാണ്? 8 stages of psycho-social development. അപ്പം നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്, ട്രസ്റ്റ് ബിയസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി ബിയസ് ഷെയിം, ഇനിഷ്യേറ്റീവ് ബിയസ് ഗിൽറ്റ്, ഇൻജസ്റ്റിസ് ബിയസ് ഇൻഫീരിയോറിറ്റി ഒക്കെ പഠിച്ചിട്ടുള്ള 8 സ്റ്റേജസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊക്കെ നമ്മൾ എറിക്സന്റെ തിയറി ഒക്കെ, ഡെവലപ്മെന്റൽ തിയറി ഒക്കെ, അതുപോലെ തന്നെ പിയാഷന്റെ ഡെവലപ്മെന്റ് തിയറി ഒക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ 5th and 6th സെമ്മിൽ. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് CUET PG-ക്ക് പഠിക്കുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഹൗ ടു സ്റ്റഡി ടൈം മാനേജ്മെന്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ടാക്കുക. കാരണം ഈ ഒരു മന്ത് ജനുവരി മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഫെബ്രുവരി മുതൽ ഈ ഡിസംബർ മുതൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം ഇനി 90 days ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 90 ദിവസങ്ങൾ ഇനി വരാനുണ്ട്. 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 13 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് ഏകദേശം 6-7 ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഇനി കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെടുത്ത് വളരെ ടൈം കുറവാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രിയുടെ അതിന്റെ നെട്ടോട്ടത്തിലായിരിക്കും എന്നുണ്ടെങ്കിലും
ഡെയിലി ഒരു 3 to 4 hours CUT-PG. ഈ ഒരു അവസാന ടൈം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ കീഴിൽ ഡിഗ്രി ചെയ്തിട്ട് ഈ 3 വർഷം ഭയങ്കര ഹാക്റ്റിക് ആയിട്ടുള്ള വർഷമായിരുന്നു. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്ന് കാല് നീട്ടി കിടക്കണം, അല്ലെങ്കിൽ ഇനി ഒന്ന് എൻജോയ് ചെയ്യണം, എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇന്ത്യയുടെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് PG ചെയ്യാൻ പറ്റുകയും അവിടെ നിന്ന് PG സർട്ടിഫിക്കറ്റ് വാങ്ങി 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, മറ്റെന്തായിക്കോട്ടെ, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറത്ത് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസുകൾ, സൈക്കോളജി റിലേറ്റഡ് NAOP, നോപ്പിന്റെ ഒക്കെ വലിയ വലിയ കോൺഫറൻസുകളൊക്കെ നോർത്ത് ഭാഗത്താണ് നടക്കുക. ആ കോൺഫറൻസുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്ന നമ്മുടെ റിസർച്ച് പേപ്പർ, അതല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന PGയുടെ അവസാനം നമ്മുടെ സെമിസ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ തിസീസ് അല്ലെങ്കിൽ ഡെസേർട്ടേഷൻ ഒക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഫാക്കൽറ്റീസ് ആയിരുന്നാലും ഇന്ത്യൻ ഇപ്പം നമ്മൾ പുറത്തു പോയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ടീച്ചിങ് രംഗത്ത് തന്നെ 8, 9, 10 വർഷം എക്സ്പീരിയൻസും ഇന്ത്യൻ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പോഷർ ഉള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയിലെ ഇന്ത്യയിലെ സൈക്കോളജിസ്റ്റുമാരുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളുകളായിരിക്കും. സോ അവരുടെ കീഴിൽ നമ്മൾ പഠിക്കുമ്പോൾ അവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന രൂപത്തിൽ നിങ്ങൾക്ക് കോൺഫറൻസ് വരുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇന്ത്യയുടെ മെയിൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കീഴിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അങ്ങനെ സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. വീക്ക്ലി ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു മന്ത്ലി പ്ലാനിന് പകരം ഒരു ചെറിയ ഒരു ഡ്യൂറേഷനിൽ പ്ലാൻ നമ്മൾ അറേഞ്ച് ചെയ്യുക, പഠിക്കുന്ന ഒരു പ്ലാൻ അറേഞ്ച് ചെയ്യുക. എങ്ങനെ വീക്ക്ലി റിവിഷൻ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ആവറേജ് 10 days ഫോർ ഈച്ച് മൊഡ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം, ഒരു 3 മാസം ഉണ്ടെങ്കിൽ 10 ദിവസം നമുക്ക് ഒരു മൊഡ്യൂളിൽ വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളിന്റെ നോട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും തപ്പി പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ നോട്ടൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ നോട്ടൊക്കെ നമുക്ക് നമ്മുടെ UGയിൽ നമ്മൾ പഠിച്ച നോട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ആദ്യം പഠിക്കാം. സിലബസ് കൃത്യമായിട്ട് 13 യൂണിറ്റ് ആണുള്ളത്. ആ 13 യൂണിറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കാണാതെ തന്നെ പഠിക്കുക. സിലബസ് കാണാതെ പഠിച്ചിട്ട് പിന്നെ ഓരോ മോഡ്യൂൾസും നമ്മൾ മെല്ലെ മെല്ലെ കവർ ചെയ്യാൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും. നമ്മുടെ ടൈം മാനേജ്മെന്റിനൊക്കെ നമുക്ക് അത്ര ബെനിഫിറ്റ് ആയിരിക്കും. ആ ഒരു ടൈം നമ്മൾ എൻഗേജ് ആയിരിക്കും. ഇനി കോച്ചിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോക്കാം. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഡിഗ്രിയുടെ അവസാന ടൈമാണ്. സോ ഒരു കോച്ചിങ്ങിന് നിങ്ങൾ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും. സോ സൈക്കോളജിയുടെ ഈ ഒരു ഭാഗം നമ്മൾ 5 ഏരിയകൾ ഡിസ്കസ് ചെയ്തു. ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ CUT-PG അല്ലാത്ത ഒരുപാട് കോളേജ് ഉണ്ട്, അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. ബിക്കോസ് അത് നമ്മുടെ ഈ ഒരു സെഷനിൽ വരുന്ന ഒരു കാര്യമില്ല. ഇനി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സെഷനിലൂടെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാം. CUT അല്ലാത്ത യൂണിവേഴ്സിറ്റീസിന്റെ ഒരുപാട് ആ യൂണിവേഴ്സിറ്റീസിന്റെ എടുക്കാം. ബട്ട് അത് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ CUT-PGയുടെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ആ വ്യത്യസ്ത യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് എവിടെ പഠിക്കാം എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രീം ചെയ്യുക. ഡ്രീം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് കൂടി ചെയ്യുക. ഈ ഒരു 4 month ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതിന് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. പഠിക്കേണ്ട സിലബസ് ഞാൻ പറഞ്ഞല്ലോ, പഠിക്കേണ്ട സിലബസ് കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെ ഉണ്ട്. കൂടുതൽ ടൈമൊന്നും ഞാൻ എടുത്തിട്ടില്ല. വളരെ ബ്രീഫായിട്ട് CUT-PGനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഒരു 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് CUT-PG ആയിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു. ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇനി ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾക്കാണ്. ഇനി നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ബെസ്റ്റ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ CUT-PG ആഗ്രഹിച്ചിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്താൻ ആഗ്രഹിച്ചിട്ട് അവിടെ എത്താതെ പോകരുത്. നിങ്ങൾ ഇപ്പൊ തന്നെ വർക്ക് ചെയ്യാം. സോ താങ്ക് യു. ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവോ അതല്ലെങ്കിൽ എന്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, ആ മെയിൽ ID ത്രൂവോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി മറ്റൊരു സെഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.
ഓക്കെ, താങ്ക് യു സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. CUT-യെ കുറിച്ച് ഓൾമോസ്റ്റ് ക്യാപ്സ്യൂൾ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് സെഷൻസ് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ CUT എക്സാംസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സെഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ സെഷനുകളിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ താങ്ക് യു എവരി വൺ.